Alexa, pause. ആടാ പറ. എടാ, പോയിന്റർ വെച്ചിട്ട് സ്ട്രിങ്ങും അറയൊക്കെ ചെയ്യാൻ പറ്റുമോ? അത് രണ്ടും ഒന്നാണോ? എടാ, അത് വളരെ സിമ്പിളാടാ. അത് വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. പോയിന്റർ എന്താണെന്നും അറേ എന്താണെന്നും ഇതിനു മുമ്പത്തെ എപ്പിസോഡുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എപ്പിസോഡിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം ഒരു അറേ ജസ്റ്റ് ഉണ്ടാക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു അറേ ഉണ്ടാക്കുകയാണെങ്കിൽ ഇൻറ്റ് അറേ അല്ലെങ്കിൽ AR ഓഫ് 5 എലമെന്റ്സ് ഉള്ള ഒരു അറയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന് കരുതുക. അപ്പോൾ ഇൻറ്റ് AR ഓഫ് 5 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു അറേ ഉണ്ടായി. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് നമുക്ക് ഈ ഇൻറ്റീജർ അല്ലെങ്കിൽ ഈ അറേ ഒന്ന് ഞാൻ വരയ്ക്കുകയാണ് ഇവിടെ. നോർമലായിട്ട് എൻ്റെ അറേ എന്ന് പറയുമ്പം ഏകദേശം ഇങ്ങനെ വരും. അതിൽ 5 എലമെന്റ്സ് ആണുള്ളത്. 1 2 3 4 5 എലമെന്റ്സ് ഉള്ള ഒരു അറേ. ഞാൻ ജസ്റ്റ് ഇതിന് ഇൻഡെക്സ് എഴുതുകയാണ്. 0 1 2 3 4. അപ്പോൾ ഇതാണ് നോർമലായിട്ട് ഒരു അറേയുടെ ഇൻഡെക്സ്. ഇത് ഈ അറേയുടെ പേര് ഈ ഒരു ഇൻറ്റീജർ ടൈപ്പ് AR എന്ന് പറഞ്ഞ അറേയാണ്. അപ്പോൾ ഇതിന് ഡാറ്റ ടൈപ്പ് ഇൻറ്റീജർ ആണ്. അപ്പോൾ ഓക്കെ, ഒരു ഇൻറ്റീജറിന് എത്ര സൈസ് വേണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് സൈസ് ഓഫ് എന്ന് പറഞ്ഞ കീവേഡ് വെച്ച് കണ്ടുപിടിക്കാൻ പോവാണ്. %d സൈസ് ഓഫ് ഇൻറ്റ് എന്ന് ഞാൻ ജസ്റ്റ് ഒരു ഇൻറ്റീജറിൻ്റെ സൈസ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് സൈസ് ഒന്ന് അറിയാനായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, 4 ബൈറ്റാണ് സൈസ്. ഓക്കെ, അപ്പം ഇൻറ്റീജറിന് 4 ബൈറ്റാണ്. ഇൻറ്റീജർ ഇംപ്ലൈസ് 4 ബൈറ്റ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ജിനിസി കമ്പൈലർ ആയതുകൊണ്ട് 4 ബൈറ്റാണ് ഒരു ഇൻറ്റീജറിനുള്ളത്. ഇത്രയും സിമ്പിളായിട്ട് ഉള്ളൊരു കാര്യമാണ്. നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് കടന്നിട്ടില്ല. ഓക്കെ, ഇനിയും ഞാനിവിടെ പറയുന്നത് മറ്റൊന്നുമല്ല, ഈ അറേ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു പോയിന്റർ ആണ് എന്നുള്ളതാണ്. അപ്പം അതെങ്ങനെ ശരിയാകും, അല്ലെ അതെന്താണ് സംഭവം എന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ വരുമായിരിക്കും. സത്യത്തിൽ ഈ അറേയുടെ പേര് എന്ന് പറയുമ്പോൾ അതൊരു സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു പോയിന്റർ ആണ്. ഇപ്പം നമുക്ക് ഒരു അഡ്രസ്സായിട്ട് ജസ്റ്റ് ഇതിനെ 100 എന്ന് വിളിക്കുകയാണെങ്കിൽ ഇത് 104 ആയിരിക്കും, ഇത് 108 ആയിരിക്കും, ഇത് 112 ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും പോവുക. 100 എന്ന് പറയുന്നത് ആയിരിക്കും ഇനിഷ്യൽ ആയിട്ടുള്ള അഡ്രസ്സ്. AR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ 100 ആയിരിക്കും. അതേപോലെ AR+1 എന്ന് നമ്മൾ കൊടുത്തെന്ന് കരുതുക. AR+1 എന്ന് പറഞ്ഞാൽ 104 ആയിരിക്കും. കാരണം എന്താ, 4 ബൈറ്റാണ് ഒരു ഇൻറ്റീജറിന് വേണ്ടത്, അതുകൊണ്ടാണ് 104 ആയത്. AR+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 108 ആയിരിക്കും. അതേപോലെ AR+3 എന്ന് പറഞ്ഞാൽ 112 ആയിരിക്കും, 12. അതേപോലെ 112ഉം 4ഉം കൂടെ ആകുമ്പോൾ 116. അപ്പം AR+4 എന്ന് പറഞ്ഞാൽ 116 ആയിരിക്കും. അപ്പം ഇത് നോർമലി ഒരു കൺസെപ്റ്റ് ആണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കാം. അപ്പം ഞാൻ ജസ്റ്റ് പ്രിന്റ്. അപ്പോൾ ആദ്യം ഞാൻ AR ആണ് പ്രിന്റ് ചെയ്യുന്നത്. %d, AR എന്ന് പറയുന്ന സംഗതി ഞാൻ പ്രിന്റ് ചെയ്യുന്നു. അതേപോലെ അതിനുശേഷം ഒരു ന്യൂ ലൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ പ്രിന്റ് ചെയ്യാൻ പോകുന്നത് AR+1 ആണ്. ഓക്കെ, AR+1. അപ്പോൾ AR+1 ഞാൻ പ്രിന്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇതൊക്കെ അഡ്രസ്സാണ്. AR എന്ന് പറഞ്ഞ അഡ്രസ്സാണ്, AR+1 അഡ്രസ്സാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പ്രിന്റ് ചെയ്യുന്നു. നമുക്ക് ചെക്ക് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയേ, 552. അടുത്ത ഡിജിറ്റ് നോക്കിയേ, 556. എന്തുകൊണ്ടാണ് 552 എന്ന് പറയുന്നതാണ് AR എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഡിജിറ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം 555 എന്ന് പറയുന്ന സത്യത്തിൽ AR ആണ്. AR എന്ന് പറഞ്ഞാൽ നമ്മുടെ അറേയുടെ പേരാണ്. അപ്പം അറേ എന്ന് പറയുന്ന ഒരു പോയിന്റർ ആണ്. ആ ഒരു വാല്യൂ ആണ് ഈ കാണുന്ന വാല്യൂ. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മൾ AR+1 ആണ് പ്രിന്റ് ചെയ്തത്. AR+1 പ്രിന്റ് ചെയ്തപ്പോൾ അതെന്താ, AR+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ AR പ്ലസ് ഇൻറ്റീജറിന് എത്ര ബൈറ്റ് ആണോ അത് ആഡ് ചെയ്യുന്നു, അതാണ് AR+1. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കവിടെ 52ഉം 56ഉം വന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ് 4 ആണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ലൂപ്പായിട്ട് ഇതെല്ലാം ഒന്ന് പ്രിന്റ് ചെയ്യാം. അപ്പം ഞാൻ for i equal to 0, i less than
5 i പ്ലസ് പ്ലസ്. അതിനുശേഷം നമുക്ക് ആദ്യം ഒരു പ്രിന്റ് എഫ് കൊടുത്തിട്ട് %d നമുക്കൊരു ന്യൂ ലൈൻ കൂടെ കൊടുക്കാം, ന്യൂ ലൈൻ. അതിനുശേഷം നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് AR+i ആണെന്നിരിക്കട്ടെ. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യുന്നു ഈ ഒരു സംഗതി ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട്. ഓക്കെ 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 ഇവിടെ വേറൊന്നും അല്ല എറർ വന്നത്, ഞാൻ ഐ ഡിക്ലെയർ ചെയ്തിട്ടില്ല, ഐ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളൊരു എററാണ് ഇവിടെ വന്നത്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുന്നു. അപ്പോൾ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ 6 4 8 7 5 5 2. നമ്മൾ അവസാനത്തെ 2 ഡിജിറ്റ് നോക്കിയാൽ 52 56 60 64 68 അങ്ങനെ വരാൻ കാരണം ഞാൻ ഈ പറഞ്ഞ ഒരു സംഗതിയാണ്. ഈ AR എന്ന് പറഞ്ഞാൽ അറേയുടെ പേര് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ അറേയുടെ പേര് എന്ന് പറയുന്ന ഒരു പോയിന്ററാണ്. അത് ഒരു അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നു. അത് നമ്മുടെ മെമ്മറിയുടെ ഉള്ളിൽ, ഇപ്പം നമ്മുടെ റാമിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ബൈറ്റ്സ് അടുത്ത് കിടക്കുന്ന കുറച്ച് മെമ്മറി ലൊക്കേഷൻസ് ആണ് ഒരു അറേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് എല്ലാം അടുത്തടുത്തായിരിക്കും. അതാണ് അറേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് ഈ അറേ ഉപയോഗിച്ച് എങ്ങനെ ഇതൊക്കെ ആക്സസ് ചെയ്യാമെന്നൊന്ന് നോക്കാം. അപ്പം അതിനായിട്ട് ഞാൻ ജസ്റ്റ് ആദ്യം ഒരു റീഡ് ചെയ്യാൻ പോവാണ് അറേ ഉപയോഗിച്ചിട്ട്. അപ്പോൾ റീഡ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു മെസ്സേജ് കൊടുക്കാം, printf enter എലമെന്റ്സ് ജസ്റ്റ് റീഡ് ചെയ്യാൻ പോവാണ്. അപ്പം നോർമലായിട്ട് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറേ ഒന്നും ഉപയോഗിക്കാതെ %d കൊടുത്തതിന് ശേഷം ഈ അറേ ഓഫ് ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റീഡ് ആകും. അപ്പം ഞാനിതിന് scanf കൊടുക്കുന്നു, scanf. ഇതിലിവിടെ ഒരു ആംപ്രസൻറ്റ് കൊടുക്കണം. ആംപ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ അഡ്രസ് ഓഫ് അറേ ഓഫ് ഐ. അപ്പം AR-ന്റെ ബ്രാക്കറ്റിൽ അറേ ഓഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഇപ്പം AR ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയാണ്, എന്ന് വെച്ചാൽ ഈ ഒരു വേരിയബിൾ ആണ് AR ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. AR ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേരിയബിൾ ആണ്. അതേപോലെ AR ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AR ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഈ ഒരു വേരിയബിൾ ആണ്. AR ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഈ ഒരു വേരിയബിൾ ആണ്. അപ്പം നമുക്ക് അതിൻ്റെ എല്ലാം അഡ്രസ്സ് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മൾ അഡ്രസ്സ് വേണ്ടി വരുന്നതുകൊണ്ടാണ് നമ്മൾ നോർമലി ആംപ്രസൻറ്റ് എന്ന് പറയുന്ന കീവേഡ് ഇട്ടിട്ടായിരിക്കും നമ്മൾ നോർമലി റീഡ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു കേസിൽ നമ്മൾ പോയിന്റർ വെച്ചിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പം AR ഒരു പോയിന്റർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ അതിനായിട്ടൊരു പോയിന്റർ ഉണ്ടാക്കാം, $ptr. അപ്പം PTR എന്ന് പറഞ്ഞൊരു പോയിന്റർ ഉണ്ടാക്കി. എന്നിട്ട് PTR = AR എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, ഞാൻ ജസ്റ്റ് സ്റ്റോർ ചെയ്തു. AR-ഉം PTR-ഉം എന്താ സെയിം തന്നെയാണ്, ജസ്റ്റ് ഒന്ന് സ്റ്റോർ ചെയ്തു പോയിന്റർ വെച്ച് നിങ്ങളെ ആക്സസ് ചെയ്ത് കാണിക്കുവാനായിട്ട് മാത്രം. അപ്പോൾ ഞാൻ ജസ്റ്റ് PTR എന്ന് കൊടുത്തു, PTR+i എന്ന് കൊടുത്തു. ഇവിടെ ഞാൻ എന്തുകൊണ്ട് ആംപ്രസൻറ്റ് കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ PTR+i എന്ന് പറഞ്ഞാൽ ഓൾറെഡി അഡ്രസ് ആണ്. അത് ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചു തന്നു. അപ്പം ഞാൻ നേരത്തെ AR+i എന്ന് പറഞ്ഞ് കാണിച്ചപ്പോൾ ഇവിടെ പ്രിന്റ് ചെയ്ത ഫുൾ അഡ്രസ് അല്ലേ. അപ്പോൾ PTR+i എന്ന് പറഞ്ഞ അഡ്രസ് ആയിരിക്കുമല്ലോ. അപ്പം അഡ്രസ്സിലേക്ക് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി സംഗതികൾ സ്റ്റോർ ആയിക്കോളും. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ചെയ്യാനായിട്ട് എന്താ ഞാൻ പ്രിന്റ് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു, കോപ്പി പേസ്റ്റ്. അപ്പം ഇത് നമുക്ക് പ്രിന്റ് എഫ് ആക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ $PTR+i ഇങ്ങനെ കൊടുക്കരുത്, ഇത് ശ്രദ്ധിക്കണം, ബ്രാക്കറ്റ് ഇടണം. കാര്യം എന്താണെന്ന് വെച്ചാൽ PTR+i എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ PTR+0 എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന അഡ്രസ് ആയിരിക്കും. അതിന്റെ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓക്കെ, ഞാൻ ഒന്നുകൂടി കാണിക്കാം, ഇവിടെ നിന്ന് എഴുതി വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കില്ല. ഇപ്പം AR ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ഒരു വേരിയബിൾ ആണ്. അപ്പം ഓക്കെ, അതിലും കുറച്ചുകൂടി AR ഓഫ് i = $A+i എന്ന് കൊടുത്താൽ മതി. ഓക്കെ, AR+i എന്ന് കൊടുത്താൽ മതി. അപ്പോൾ സംഭവം അർത്ഥം ഇത്രയേ ഉള്ളൂ. അറേ ഓഫ് ഐ എന്ന് പറയുന്നത് സ്റ്റാർ ഓഫ് AR+i ആണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഈ AR+i എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് കിട്ടും. ഇപ്പോൾ AR+2 ആണെങ്കിൽ ഈ എലമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ AR എന്ന് പറഞ്ഞത് 100 ആണ്. AR+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 104 ആണ്. അപ്പം 104 എന്ന് പറയുന്ന അഡ്രസ്സിൻ്റെ ഉള്ളിലെ വാല്യൂ കണ്ടുപിടിക്കണേ നമ്മളിവിടെ സ്റ്റാർ ഇടണം. അപ്പോൾ സ്റ്റാർ AR+1 എന്ന് പറഞ്ഞാൽ 104 ഈ ഒരു വാല്യൂ ആയിരിക്കും.
അതേപോലെ സ്റ്റാർ AR+2 എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ആയിരിക്കും. സ്റ്റാർ AR+3 എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ആയിരിക്കും. സ്റ്റാർ ഓഫ് AR+I എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ആയിരിക്കും. ഇപ്പം നമ്മൾ ചിലപ്പോൾ നമുക്കൊരു അബദ്ധമൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ എഴുതും AR+I, ഇങ്ങനെ സ്റ്റാറും ഇതും രണ്ടും ഈക്വൽ അല്ല. AR+I, സ്റ്റാർ AR+Iയും ഇത് രണ്ടും ഈക്വൽ അല്ല. കാര്യം ഇതെന്ന് പറഞ്ഞാൽ ARന്റെ സ്റ്റാർ കണ്ടുപിടിക്കും. അതായത് സ്റ്റാർ AR+Iയുടെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ARന്റെ വാല്യൂ ആദ്യം നോക്കും. ഓക്കെ, ARന്റെ സ്റ്റാർ AR എന്താന്ന് നോക്കും. സ്റ്റാർ AR സത്യത്തിൽ എന്താ, ഈ കിടക്കുന്ന 0th എലമെന്റിലെ വാല്യൂ അല്ലേ, പ്ലസ് I എത്രയാണോ അത് ഈ വാല്യൂവിന്റെ കൂടെ കൂട്ടത്തേ ഉള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് PTR+I എന്ന് കൊടുത്തു, സ്റ്റാർ PTR+I എന്ന് കൊടുത്തു. അപ്പം നമ്മൾ റീഡ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇപ്പം നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, എലമെന്റ്സ് ഈസ്. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ. PTR+I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് ആണ്. അതിന്റെ സ്റ്റാർ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലെ വാല്യൂ കിട്ടുന്നു. ഓക്കെ, ഇത് ഞാൻ റൺ ചെയ്യാം. ഓക്കെ, ഇവിടെ പ്രിന്റ്എഫിന്റെ അവിടുത്തെ ബ്രാക്കറ്റിന്റെ വിഷയമാണെന്ന് തോന്നുന്നു. ഓക്കെ, ഞാനിതൊന്ന് റൺ ചെയ്യാം ഒന്നുകൂടി. ഓക്കെ, ഇവിടെ ഒരു സെമികോളൻ ഇടാൻ മറന്നുപോയതാണ്. 2 ബഗ്ഗായിരുന്നു ഉണ്ടായത്. ഒന്ന് നമ്മൾ ഈ ബ്രാക്കറ്റിന്റെ അവിടെ ഒരു അബദ്ധം പറ്റി, നമ്മളിവിടെ ഒരു സെമികോളൻ ഇട്ടില്ല. ഓക്കെ, ഇനി നമുക്കൊന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. എലമെന്റ്സ് എൻ്റർ ചെയ്യാൻ പറയുന്നു. 1 2 3 4 5 നമുക്ക് കണ്ടോ 1 2 3 4 5 എന്ന് കറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. സംഗതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PTR+I എന്ന് പറയുന്നത് അഡ്രസ് ആയിരിക്കും. അതിന്റെ ടോട്ടലി സ്റ്റാർ എടുത്തു കഴിഞ്ഞാൽ അഡ്രസ്സിന്റെ ഉള്ളിലെ വാല്യൂ ആയിരിക്കും. സ്റ്റാറും ആംബ്രസിന്റും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒന്നാണ്. ഓക്കെ, ഇനി ഞാൻ എനിക്കൊരു ആക്സിഡന്റിൽ എനിക്കൊരു അബദ്ധം പറ്റിയിട്ട് ഞാൻ ഇങ്ങനെ എഴുതാമെന്ന് എഴുതാം. PTR, അതായത് ബ്രാക്കറ്റ് ഇട്ടില്ല, സ്റ്റാർ PTR+I എന്ന് ഞാൻ എഴുതാമെന്ന് എഴുതാം. നമുക്കിനി ഈ ഒരു രീതി കൊടുത്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ കൊടുക്കുന്ന ഔട്ട്പുട്ട് 4 3 2 1 0 ആണെന്ന് കരുതുക. അപ്പം എനിക്കിവിടെ പ്രിന്റ് ചെയ്ത എന്താ 4 5 6 7 8. ഷോ, അതെന്താ അങ്ങനെ പറ്റിയേ? അപ്പം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഈ 4 എന്ന് പറയുന്നത് AR(0) ആണ്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ വെച്ചു. 4 എന്ന് പറയുന്നത് AR(0) ആണ്. അപ്പം AR(0) = 4. ഇവിടെ നമ്മൾ സ്റ്റാർ PTR+1, സ്റ്റാർ PTR എന്ന് പറഞ്ഞാൽ എന്താ AR ഉണ്ടോ. അപ്പൊ സ്റ്റാർ PTR എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് എലമെന്റ് +1 +0, അപ്പം 4 പ്രിന്റ് ചെയ്തു. അടുത്ത ഇറ്ററേഷനിൽ വരുമ്പോൾ എന്താ ഈ 1 ആകും. ഫസ്റ്റ് എലമെന്റ് +1 എന്നൊരു എഫക്റ്റ് അല്ലേ വന്നത്, ബ്രാക്കറ്റ് ഇടാത്ത കാരണം. ഫസ്റ്റ് എലമെന്റ് +1 എന്ന് പറയുമ്പോൾ 4 + 1 5 എന്നുള്ള ഒരു എഫക്റ്റ് ആണ് വന്നത്. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ എനിക്ക് അഡീഷണൽ പോയിന്റർ ഒന്നും ഉപയോഗിക്കാതെ ചെയ്യാം കേട്ടോ. നമ്മൾ ജസ്റ്റ് അഡീഷണൽ പോയിന്റർ ഒന്നും ഉണ്ടാക്കാതെ വേണമെങ്കിൽ ഇത് ഞാൻ ചെയ്ത് കാണിക്കാം. അറേ എന്ന് പേര് കൊടുത്തു, പോയിന്ററിന് പകരം ഞാൻ AR എന്ന് കൊടുത്തു. കാരണം അറേയും പോയിന്ററും ഒന്നാണ്. ഇവിടെ ഞാൻ AR എന്ന് കൊടുത്തു. ഓക്കെ, ഈ ഒരു ബ്രാക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം അറേയുടെ പോയിന്റർ അല്ലെങ്കിൽ പോയിന്റർ +I എന്ന് പറയുമ്പോഴായിരിക്കും അടുത്ത ലൊക്കേഷൻ കിട്ടുക. അല്ലെങ്കിൽ നമ്മൾ ഈ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ അറേ സ്റ്റാർ എന്ന് വരും. അതായത് ഫസ്റ്റ് എലമെന്റ് +1 എന്നല്ലെങ്കിൽ I എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ആയിരിക്കും വരിക. അത് ആ ഒരു ഏരിയ കൃത്യമായി ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടോ, ഇപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രിന്റ് ആവുന്നുണ്ട്. അപ്പൊ ഇനിയും ഇത് നമ്മളിപ്പം ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്റീജർ അറയാണ്. ഇനി നമുക്കൊരു ക്യാരക്ടർ അറേ, അതായത് സ്ട്രിങ്ങും പോയിന്ററും തമ്മിലുള്ള റിലേഷനെ പറ്റി നോക്കാം. കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒരു അല്ലെങ്കിൽ നെയിം എന്ന് കൊടുക്കാം. ഞാൻ നെയിം എന്ന് ഒരു പേര് കൊടുത്തു. അതിന് ഞാൻ 15 കൊടുത്തു. 15 ലെങ്ത് ആണ് ഞാൻ കൊടുത്തത്. ഞാൻ ഈ സംഗതികളൊക്കെ മാറ്റുകയാണ്. അപ്പം നമ്മളൊരു ഈ ഇന്റീജർ അല്ലാതെ നമ്മളൊരു സ്ട്രിങ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഉണ്ടാകാൻ പോകുന്ന സ്ട്രിങ് ഏകദേശം ഇങ്ങനെയായിരിക്കും. 15 എലമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉള്ള ഒരു വലിയ മെമ്മറി ബ്ലോക്ക് ആയിരിക്കും. പക്ഷേ ഇതിൽ ക്യാരക്ടർ ആയത് കാരണം 1 ബൈറ്റ് ഓരോ മെമ്മറിയിലും കാണത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പം അതായത് ഇത് നമ്മളിപ്പം AR ഓഫ് അല്ലെങ്കിൽ നെയിം ഓഫ് 0 എന്ന് പറയുന്ന സംഗതി എന്ന് പറയുന്നത് 10 ആണെങ്കിൽ നെയിം ഓഫ് 1 എന്ന് പറയുന്ന സംഗതി, ഓക്കെ, നെയിം ഓഫ് 0 എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെയിം എന്ന് പറയുന്നത് 10 ആണെങ്കിൽ, നെയിം എന്ന് പറയുന്ന സംഗതി 10 ആണെങ്കിൽ നെയിം +1 എന്ന് പറയുന്ന സംഗതി 11 ആയിരിക്കും. നേരത്തെ നമ്മൾ 4ന്റെ ഒരു ഡിഫറൻസ് കണ്ടായിരുന്നു. ഇവിടെ ആ ഡിഫറൻസ് വരില്ല.
കാര്യം ഇത് സ്ട്രിങ് ആണ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ, സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പം നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാനായിട്ട് നോക്കാം. അതിന് നമ്മൾ ജസ്റ്റ് പ്രിന്റ് എഫ് എൻറ്റർ നെയിം, എൻറ്റർ നെയിം നമ്മൾ എൻ്റർ ചെയ്യാൻ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നെയിം എൻ്റർ ചെയ്യും. അതിനുശേഷം നമ്മൾ സ്കാൻഎഫ് ആണ് ഉപയോഗിക്കുന്നത്. സ്കാൻഎഫിൻ്റെ ഉള്ളിൽ ഓക്കെ, ഞാൻ ഇതിന് ജസ്റ്റ് ഒരു ക്യാരക്ടർ പോയിന്റർ ഉണ്ടാക്കാം. സ്റ്റാർ പി ടി ആർ. ഈ ശരിക്കും പറഞ്ഞാൽ സ്റ്റോറേജ് ക്ലാസ് ഒക്കെയാണ് നമ്മൾ ഓരോ തരത്തിലുള്ള പോയിന്ററിനെ നമുക്ക് ഉണ്ടാക്കേണ്ടി വരിക. കാര്യം ഇപ്പം നമ്മൾ ഇൻറ്റീജറിന്റെ കാര്യം എടുത്തപ്പോഴേക്കും +1 എത്തിയപ്പോഴേക്കും 4 ആഡ് ചെയ്ത ഒരു സംഗതി വന്നത് അത് ഇൻറ്റീജർ ക്ലാസ്സിലായതുകൊണ്ടാണ്. ഇൻറ്റീജർ ക്ലാസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് സത്യത്തിൽ ഇൻറ്റീജർ പോയിന്റർ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ സ്കാൻഎഫ് %d, ഓക്കെ, %s. അതിനുശേഷം നമ്മൾ PTR എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഈ PTR = നെയിം എന്ന് ഞാൻ കൊടുക്കാം. ഓക്കെ, PTR = നെയിം. അതായത് ഞാനിത് പോയിന്റർ വെച്ച് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. PTR എന്ന് കൊടുക്കുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ സ്ട്രിങ് റീഡ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ അഡ്രസ്സ് കൊടുക്കാത്തത് എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാര്യം, സ്ട്രിങ് ഒരു പോയിന്റർ ആയതുകൊണ്ട് നമുക്ക് അതിന്റെ അഡ്രസ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിന്റെ ആൻസർ. സാധാരണ നമ്മൾ സ്ട്രിങ് റീഡ് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ സ്ട്രിങ് അല്ലാതെ ഏതൊരു സംഗതി റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും ഒരു അഡ്രസ്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ സ്ട്രിങ് ഒരു പോയിന്റർ ആയതുകൊണ്ട് മാത്രം അതിന് അഡ്രസ്സിന്റെ ആവശ്യമില്ല. അതേപോലെ നമുക്കിത് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് എഫ് % നെയിം ഹായ്, അല്ലെങ്കിൽ നമുക്ക് ഹായ് %s കോമ ഇട്ടിട്ട് PTR എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സംഗതി കഴിഞ്ഞു. ഓക്കെ, നമുക്കിതൊന്ന് സിമ്പിളായിട്ട് റൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പേര് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ ജയശങ്കർ എൻ്റർ ചെയ്യുന്നു. ഹായ് ജയശങ്കർ എന്ന് പ്രിന്റ് ചെയ്യുന്നു. കറക്റ്റായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നുണ്ട്. അതായത് നമ്മൾ മെയിനായിട്ട് സ്ട്രിങ്ങും പോയിന്ററും ഒന്നാണ് എന്നുള്ളൊരു സംഗതിയാണ് പഠിച്ചത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗം വരുന്നത് ഫംഗ്ഷൻസിലേക്ക് കടക്കുമ്പോഴായിരിക്കും. ഫംഗ്ഷൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ സ്ട്രിങ്ങും പോയിന്ററും ഒന്നായതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് നമുക്ക് കൃത്യമായിട്ട് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനിയും എൻ്റെ ഒരു ഫ്രണ്ടിന്റെ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അർഡിനോയും അതേപോലെ C പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ എടുക്കുന്ന ഒരു ചാനലാണ്. ഇപ്പം ഗ്രോത്ത് വളർന്നു വരുന്നൊരു ചാനലാണ്. അപ്പോൾ ചാനലിന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക് ഫോർ എവർ മലയാളം എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എൻ്റെ ചാനൽ നല്ല രീതിയിൽ തന്നെ അവൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ടെക് ഫോർ എവർ മലയാളം എന്ന് പറഞ്ഞ ചാനലാണ്. അപ്പോൾ ആ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് അവൻ്റെ വീഡിയോസൊക്കെ കാണാവുന്നതാണ്. അവനെ നിങ്ങൾ വേണ്ട വിധത്തിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിലെ നല്ലൊരു എപ്പിസോഡുമായി ഇനി നമുക്ക് കണ്ടുപിട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ JP സൈനിങ് ഔട്ട്. സീ യു.